രാമേശ്വരത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ നിന്നുള്ള 12 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടിയതിന് എതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. ഈ സമരത്തെ തുടർന്ന് പാമ്പൻ പാലത്തിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ നിന്നുള്ള 12 മത്സ്യത്തൊഴിലാളികളെയാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ നാവികസേന പിടികൂടിയത്. ഇവരുടെ ബോട്ടും പിടിച്ചെടുത്തു. സമുദ്ര അതിർത്തി കടന്നുകൊണ്ട് അതിക്രമിച്ച് കയറിയവരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിശദീകരണം. തമിഴ്നാട് ഫിഷറീസ് വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയതിനെതിരെ തൊഴിലാളികളും നാട്ടുകാരും രാമേശ്വരത്ത് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പാമ്പൻ പാലത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇതിനു മുൻപും സമുദ്രാതിർത്തിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുകളും ലങ്കൻ നാവികസേന പിടികൂടിയിട്ടുണ്ട്. മുൻപ് പിടികൂടിയവരുടെയും മോചനം ഉറപ്പാക്കണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നവംബർ 10 രാത്രി അക്കരപ്പേട്ട ഫിഷിംഗ് ഹാർബറിൽ നിന്ന് യന്ത്രവൽകൃത ബോട്ടിൽ പുറപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്കൻ നാവികസേന പിടികൂടിയത്. 11 വൈകിട്ട് കൊടിയകരയ്ക്ക് തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് ഇവർ പിടിയിലായതെന്നും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജനം, ഡൽഹി.